സാവിജ് ഒന്ന് ഊരിക്കേ, മാസ്ക് ഊരിക്കേ, ഒന്ന് ഊരിക്കേ. അല്ല ഒന്ന് ഊരി, ഒന്ന് കറുത്ത വാസോണന്റെ സാമിയില്ലേ? വാസോണന്റെ ഒരു സാമിയുണ്ട്. കണ്ണാടി. മുടി അങ്ങ് മാറ്റി കഴിഞ്ഞാ ഇവന് ഈസി ആയിട്ട് മുള്ളിയാക്കാൻ കേട്ടാ, വലിയ പാടില്ല. മീശയും തടി ഓൾറെഡി ഇല്ല, മുടി മാത്രം മാറ്റിയാ മതി. നീ ഒന്ന് മുള്ളി പോലെ സംസാരിച്ചേ. നോക്ക് അങ്ങനല്ല, കണ്ണാപ്പി പോലെ സംസാരിക്കാറിയോ? അങ്ങനെ സംസാരിക്കാറിയോ? അത് മതി. തണുപ്പായിട്ട് തൊണ്ട അടഞ്ഞിരിക്കുന്നത് പറയാം. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്യാം. മനസ്സിലായി? മഞ്ഞ് തുടങ്ങിയപ്പോഴേ മുടി മാറ്റി കയറാത്തത് ഇത്ര പെട്ടെന്ന് മുള്ളിൽ സെറ്റ് ആവുന്ന ഞാൻ വിചാരിച്ചില്ല. സത്യത്തിൽ നീ ഒരു ഗില്ലായിട്ട് തന്നെയാ പപ്പോ. അത്രേ ഉള്ളൂ. എന്റെ ഒരു ചെറിയ ആഗ്രഹം ഞാൻ പറഞ്ഞോട്ടെ, വേറെ ഒന്നും തോന്നരുത്. നീ ഇങ്ങോട്ട് തന്നെ വാ, എനിക്കൊരു കാര്യം വന്നു. എന്റെ മഞ്ഞ കളസ ഊരാൻ സമ്മതിക്കൂലല്ലേ? അല്ലെ, ഒരു സാറ്റിസ്ഫാക്ഷൻ വരല്ലേ? ഇതിന്റെ ഉള്ളിൽ ഇവനാണെന്ന് എനിക്കിപ്പോഴും അറിയാം. അതാണ് വെക്കാം, മനസ്സിലായോ? ഇത് കിട്ടിയുടെ കയ്യിലൊന്നും അറിയാം. നമുക്ക് താരെ വിളിച്ചത് ഐ ലവ് യു എന്ന് പറഞ്ഞാലോടാ, മുരളിയാണെന്ന് പറഞ്ഞിട്ട്. എന്തായാലും പൈസ കിട്ടി, ഇരിക്കട്ടെ, വെക്കണതെല്ലാം വെച്ചോളൂ. നിന്റെ പേര് ഞാന് ഇവനെ വെളിയിൽ പറയത്തില്ല, അല്ലേടാ? നീ മേടിക്കണ്ടിയല്ലേ? കാരണം എനിക്ക് ഇപ്പോഴേ ഓർമ്മയില്ല, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പോടാ, എനിക്കറിയാലോ മേടിക്കണ്ടിയാണെന്ന്. ചുമ്മാ എന്റെ കാര്യം കൂടി അങ്ങ് അവതരിപ്പിക്കണേ, കല്യാണത്തിന്റെ കാര്യമൊക്കെ. ഹലോ, താര എവിടെയുണ്ട്? ഞാൻ ഡ്രസ് ഷോപ്പില്. താര, മുരളിക്ക് വൈറൽ ഫീവർ ആയത് അറിഞ്ഞായിരുന്നോ? മുരളിക്കൊട്ട് വയ്യ, അടുത്താരും പോരുന്ന ഡോക്ടർ പറഞ്ഞു. മുരളില്ല, തണുപ്പിന്റെയൊക്കെ ഇതല്ലേ, ഒരു വൈറൽ ഫീവർ ആണ്. ഡെങ്കി ആണോ ഡൗട്ട് ഉണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, ഡോങ്കിയൊക്കെ സാറിന് ഡെങ്കി വരാൻ പതിവാണ്. അല്ല, അങ്ങനെയല്ല, ഡെങ്കി മുരളിക്ക് തെറ്റിപ്പോയി. ഡെങ്കി വരുന്ന പതിവാണ്, അതല്ല ചോദിച്ചത്. ഇപ്പൊ താരയെ കുറച്ച് ദൂരെ നിന്നും കാണാൻ പറ്റുമെന്ന് മുരളി പറഞ്ഞായിരുന്നു. ആണോ? ഓക്കെ, ഞാൻ വിളിക്കാം കേട്ടോ ഒന്ന്. ദൂരെ നിന്ന് ഐ ലവ് യു ആണ് ചേട്ടാ. താര ഒന്ന് കൊതിച്ചോട്ടെ. താരടുത്തൊരു ഗിഫ്റ്റ് ആയിട്ട് ഒരു കാർ തരാൻ പറ ബാബു. സിറ്റി വന്നിട്ട് 1.5 ആഴ്ച ആയിട്ടുള്ളൂ. ആണോ? അപ്പൊ കിട്ടിക്കാണോ? ആരെങ്കിലും ഒക്കെ കൊടുത്തു കാണും. ആണോ? അവിടെ ചോദിക്കാം. ഞാൻ ഒരു കാര്യം വരെ, താരയെ ദൂരെ നിന്ന് കാണണം, താരക്ക് അടുത്ത് വരാൻ പാടില്ല. അതെങ്ങനെയാണ് ഒരു സ്ഥലം സെറ്റ് ചെയ്ത് ആദ്യം? അത് ഞാൻ സെറ്റാക്കി തരാം. അമ്മ ഇവിടെ പതിറ്റോ പുള്ളിക്ക് മറ്റേ ഫ്ലൂ ഉണ്ടെന്ന് പറഞ്ഞാ മതി. അല്ല, അടുത്ത് വരാതിരിക്കണം. ദൂരെ നിന്ന് മറ്റേ ഹാർട്ടും ഐ ലവ് യും കിസ്സൊക്കെ കൊടുത്തേ ചേട്ടാ ഒരു ഹോസ്റ്റിന്. എടാ, ഗ്ലാസ് ഇട്ട റൂം എന്തെങ്കിലും ഉണ്ടോ അപ്പുറത്ത് ഇപ്പുറത്ത് സംസാരിക്കാൻ? പലേറ്റിൽ എവിടെ? ഇടാ മണ്ട കൊണാപ്പ്, ഇതാണ് പലേറ്റോ? പലേറ്റില്ല, ഇവിടെ ഞാൻ അങ്ങോട്ട് വിട്ടേ. ഡ്യൂപ്ലിക്കേറ്റ് ചതിയല്ലേ, ഒറിജിനൽ ചതി വരാൻ പോണേ ഉള്ളൂ. കഴുക വിളിക്കുന്നത് എവിടെ? എന്റെ സുഹൃത്തിനെന്ത് പറ്റി? മുള്ളിക്കാണോ? മുള്ളിക്ക് ഒരു ചെറിയ പനി. പനിയാ? ഓ, വൈറൽ ഫീവറാണ്.
വൈറൽ എന്ത് ഇതാന്ന് വൈറൽ ഫീവർ. മുള്ളിക്ക് ഒരു കിടില കാറ് വാങ്ങിയാൽ കൊള്ളാന്നുണ്ട്. ഇപ്പൊ എന്റെയിലും വരുന്ന പൈസ ഇല്ല, മനസ്സിലായോ? ഓ പക്ഷേ മള്ളി ഇങ്ങനെ ഒരു കാറ് വാങ്ങണമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ ഒരു കാർ ഒപ്പിക്കാൻ നടക്കുമോ മള്ളിക്ക് വേണ്ടിട്ട്. അതുകൊണ്ട് അതുകൊണ്ട് അല്ല, അങ്ങനെയല്ല. ഈ അസുഖത്തിനിടയിൽ മനസ്സിലായില്ലേ, അസുഖം എത്രത്തോളം തീവ്രമാണെന്ന് നമുക്കിപ്പോ പറയാൻ പറ്റില്ല. ഈ അസുഖം കാരണം അങ്ങനെ മള്ളിക്ക് പറ്റിക്കഴിഞ്ഞാൽ ഗ്യാങ് ഞാൻ നോക്കിക്കോളാം. പക്ഷെ എന്നാലും അവസാനത്തെ ആഗ്രഹം നോക്കും. അതെ അത് ശരിയാണ്. അത് കൂടെയുള്ളവരോട് ചെയ്തു കൊടുക്കാൻ. അതെ, ഇപ്പൊ എന്റെ കയ്യിൽ പൈസ ഇല്ല. ഇപ്പൊ ഞാനിങ്ങനെ ആരോട് ചോദിക്കൂന്ന് ഇങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു. മള്ളിക്ക് വല്ല പഴയ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നെങ്കിൽ അവരോട് ചോദിക്കായിരുന്നു. എന്ത് ചെയ്യാൻ, ആത്മാർത്ഥ സുഹൃത്തുക്കൾ ആരും ഇല്ലാതായി ഇപ്പൊ മള്ളിക്ക്. ഉള്ള ഒരു സുഹൃത്തിനെ തിരിച്ചറിയാനും അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. ഈ അവസാന നിമിഷത്തെങ്കിലും ഒന്ന് അംഗീകരിച്ചിരുന്നെങ്കിൽ, മനസ്സിലാക്കിയിരുന്നെങ്കിൽ. മനസ്സിലാക്കാൻ രണ്ടുപടി മണ്ണിടാനെങ്കിലും ഞാൻ വന്നേനെ. അങ്ങനെയല്ല, ചിലപ്പോ ഈ BMW M2 കോമ്പറ്റീഷൻ വല്ല ഗിഫ്റ്റ് കൊടുത്താൽ മനസ്സിലാക്കിയാലോ, പറയാൻ പറ്റൂല. ചിലര് വണ്ടി ചിലര് അവസ്ഥ ഇപ്പൊ എന്തേലും കുഴപ്പമില്ല. കരിക എന്തേലും താരയുടെ കൂടെ കരികൾ വാ. ഞാൻ എനിക്ക് വിഷമം ആൾക്കെന്നെ അറിയത്തില്ലെങ്കിലും ഒന്നുമില്ലേലും അല്ല, എന്നാലും ഒരു കാര്യം, ഒരു BMW M2 വാങ്ങിച്ചോണ്ടാ പുള്ളിയുടെ അവസാനത്തെ ആഗ്രഹമല്ലേ? അവസാനത്തെ ആഗ്രഹം ഞാൻ എല്ലാം കൊടുക്കാം. M2 M3 M5 എത്ര നമ്പർ കൂടിയാലും പ്രശ്നമില്ല കേട്ടോ. കളർ എന്തെങ്കിലും കളര് മരതക പച്ച, നോർമൽ പച്ച പറ്റൂല. പറ്റില്ല, അത് മഞ്ഞക്കഴയാണ് കേട്ടോ, മഞ്ഞക്കഴ. അല്ല, അപ്പൊ എല്ലാം പറഞ്ഞോലെ എവിടാണ്? ഓക്കെ, ഞാൻ ഇപ്പൊ വിളിക്കാം. ലൊക്കേഷൻ ഒന്നിട്ട് മള്ളി ചാവാൻ കാണാൻ എത്ര പേരുടെ എന്തൊരു സ്വഭാവമാണ് എല്ലായിടത്തിലും. ഗ്ലാസ് ഉള്ള ബിൽഡിംഗ് കൊണ്ടുപോകാൻ വല്ല മ്യൂസിയത്തിലും കൊണ്ട് വെള്ളി ഇടാനാണ് പ്ലാൻ. സത്യമായിട്ടും ഹലോ, എവിടെ വരണ്ടേ? താരം മള്ളിക്ക് കുറച്ച് സീരിയസ് ആയി. ഒറ്റ മിനിറ്റ് ഒന്ന് നോർമൽ ആക്കിട്ട് വിളിക്കാം. ഒന്ന് ഇപ്പൊ ഇത് കൊടുത്തു, ഓക്സിജൻ കൊടുക്കണേ. ആക്സിജൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു ചിലപ്പോ ഇനി ഒരു ചെറിയ ആവി കൊടുക്കും, മറ്റേ പച്ച ഗുളി ഇട്ടിട്ട്. ആ, ഇപ്പൊ ടെൻഷൻ ആവണ്ട മള്ളിക്ക്. ഇപ്പൊ ലാസ്റ്റ് ആയിട്ടേ കരുകൻ ഉണ്ടായിരുന്നു. അടുത്ത് കരുകന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഒരു കാര്യം. അത് എന്റെ കയ്യിൽ സാമ്പത്തികം ഇപ്പൊ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, ഇല്ലെങ്കിൽ ഇപ്പൊ റെഡിയാക്കായിരുന്നു. അല്ല, അത് കുഴപ്പമില്ല. അല്ല അതല്ല മള്ളി, പ്രശ്നമില്ല താരം. അത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. കാരണം പുള്ളി എന്തായാലും എനിക്ക് അറിഞ്ഞോട് സർവൈവ് ആവുന്ന. അങ്ങനെ പറയല്ലേ ബാബുശേ, നമുക്ക് ശരിയാക്കാൻ പറ. എന്തോ മുള്ളിക്ക് എന്തോ ചാരിയോട് എന്തോ പറയാൻ തോന്നുന്നു കേട്ടോ. ലൊക്കേഷൻ പറഞ്ഞ ഇപ്പൊ വരാം. ഒറ്റ മിനിറ്റ് തരാം, ഒറ്റ മിനിറ്റ്. ഡോക്ടർ, ഹലോ, മള്ളി മരിക്കും ഇപ്പോ? ഇല്ല അപ്പുറത്തെ ഒരുമാതിരി ശ്രീവല്ലി കളിക്കാനുണ്ട്, എനിക്ക് പിടിക്കാനില്ല. താരാ ഹോസ്പിറ്റലിൽ മള്ളി അഡ്മിറ്റ് ആയി കിടക്കണേ. ഗ്ലാസിൽ കൂടി കാണാനെന്നല്ലേ പറഞ്ഞേ? ആ, ഗ്ലാസിൽ കൂടെ ഗ്ലാസ് നോക്ക് അവിടെ. ഓക്കെ. ആ, ചാടിക്കോണേ അപ്പുറത്ത് വെള്ളത്തിലോട്ട്. വെള്ളമൊക്കെ വെള്ളത്തിൽ പോയി പറഞ്ഞ മൂക്കൊക്കെ പൊത്തി പിടിച്ചതാ. ഓ, ഇത് ഇവിടെ സംസാരിക്കാം. ഓക്കെ, തെറ്റാണ്. കുറച്ച് ഫ്ലൈയിങ് കിസും ഒരു ഹാർട്ട് റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ കയ്യില്. ലൊക്കേഷൻ കൊടുക്കരുത്. ഹലോ ഫ്രീ ടൈമിൽ കിട്ടുന്ന പഴയ ഹലോ താരാ, ഒരു മിനിറ്റ്. ഈ ഡേഞ്ചർ സോണിന്റെ മലയാളത്തിൽ എന്തായിരുന്നു പറഞ്ഞോണ്ടിരുന്നത് നിങ്ങൾ നേരത്തെ? അപകടനില തരണം ചെയ്തു കേട്ടോ. തരണം ചെയ്തു. ഇപ്പൊ മള്ളി ഒരു ഐസൊലേറ്റഡ് റൂമിലോട്ട് മാറ്റിയിട്ടുണ്ട്. പക്ഷെ ആരും അടുത്ത് പോകാൻ പാടില്ല. അപ്പോ താര ഇവിടെ വരുന്നത് താരക്ക് അകത്ത് കയറി കാണേണ്ടി വരും. അങ്ങനെ മൈൻഡിൽ എന്തെങ്കിലും ഉണ്ടോ? അകത്ത് കയറി കാണണമെന്നല്ലോ.
അല്ല എനിക്കൊന്ന് കണ്ടാ കൊള്ളാന്നുണ്ട്. ദൂരെ നിന്നാണെങ്കിൽ വന്നു താരെ, ദൂരെ നിന്നാണ്, അടുത്ത് നിന്ന് കാണാൻ പറ്റില്ല, കുറച്ച് ദൂരെ നിന്ന് കാണേണ്ടി വരും. ദൂരെന്നാ? കൊഴപ്പില്ല, സ്ഥലം പറ. ഞാൻ പറഞ്ഞത് ഇത് മ്യൂസിയത്തിൽ നമ്മളെ കുരങ്ങന്മാരെയൊക്കെ ദൂരെ നിന്ന് കാണുന്ന പോലെ ഒന്ന് കണ്ടിട്ട് പോകണം, അതേ നടക്കത്തുള്ളൂ കേട്ടോ. അത് കൊഴപ്പില്ല, അടുത്തോട്ട് പോകരുത്, കാരണം മുള്ളിക്ക് അസുഖം മാറി വരുവാണ്. അപ്പൊ ഇനി പുറത്തുനിന്ന് തണുപ്പ് കൊണ്ടാരെങ്കിലും അകത്ത് വന്ന മുള്ളിക്ക് ഇൻഫെക്ഷൻ ആവും, അത് വീണ്ടും ഡേഞ്ചർ സോണിലാവും. ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം എന്തായാലും താരക്ക്. അയച്ചാ ഞാൻ പെട്ടെന്ന് വരാം. ആ ഓക്കെ ഓക്കെ. തിരിഞ്ഞ് ആള് പുറകിൽ വരുമ്പോ ഒന്ന് പറഞ്ഞു തരണേ. ഞാൻ പറഞ്ഞു ഒരു ദിവസം കൊണ്ട് നമുക്ക് മൊത്തം സിറ്റി ഗ്രൈൻഡ് മൊത്തം സിറ്റിയിലെ ഇതും പിടിക്കാനുള്ളത് സെറ്റ് ചെയ്യണം. ഇന്നുണ്ടാവും, പക്ഷെ നാളെ നമ്മൾ അന്തേരിയിലാവത്തേ ഉള്ളൂ. നാളെ അന്തേരിയിലാണ്, ലോട്ട് എവിടെയാണ് കേട്ടാ. ഞാൻ പറഞ്ഞില്ല ഭാവിച്ചിട്ട് അറിഞ്ഞില്ലെന്ന് പറയില്ലേ. വെള്ളിയാഴ്ച സ്ലോട്ടില്ലടാ, അന്തേരിയിലാ. ഓ അവസ്ഥ ഞാൻ പോവില്ല, ഞാൻ എനിക്കറിഞ്ഞു, ഞാൻ ഇല്ലായിരുന്നു ഇന്നലെ. അയ്യോ എനിക്കറിഞ്ഞ കൊല്ലെടുക്കും തോന്നട്ടാ വരാൻ. എത്തി നീ ഇടയ്ക്കിടയ്ക്ക് എന്നോട് സംസാരിച്ചാൽ ഞാൻ ഇതിന് എണീക്കേണ്ടി വരും, അതാണ്. ഞാൻ സംസാരിക്കാം. ആ നീ സംസാരിച്ചോ. ഞാൻ പറയാം. ഹലോ എന്തേ ആള്? ഹലോ. അകത്തോട്ട് കയറില്ല കേട്ടോ, പുള്ളിക്ക് ഇൻഫെക്ഷൻ ഒക്കെ ആവും. എന്ത് പറ്റിയത്? ഇത് ഞാൻ പറഞ്ഞില്ലേ, ഡെങ്കിയാണ്. മള്ളിയുടെ കൗണ്ടൊക്കെ ആകെ കുറഞ്ഞു. ഡെങ്കിയാണ് ഞാൻ പറഞ്ഞില്ലേ, ഇത് കൊതു കടിച്ചിട്ട് വന്നതാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. മുള്ളിയാണെങ്കിൽ ആര് കടിക്കാൻ വന്നാലും കൈയും കാലൊക്കെ നീട്ടി വെച്ചു കൊടുക്കും. അങ്ങ് പണ്ട് മുതലുള്ള എന്ത് ചെയ്യാൻ, സമയത്തിന് കൊതുക് തിരിയില്ലാണ്ടായി പോയി. അല്ല സാധാരണ മുള്ളി മൂളിക്കൊണ്ട് വന്നത് കൊണ്ടാണ് അറിയാത്തത്, സംഭവില്ലേ. ഇങ്ങനെ മൂളിക്കൊണ്ട് ഒന്ന് കടിച്ചത് കൊണ്ടാണ് അറിയാത്തത്. സൗണ്ട് ഉണ്ടാക്കാതെ വന്നാൽ കടിച്ചിട്ടുണ്ടെങ്കിൽ അറിഞ്ഞു തന്നെ ഇതിപ്പോ. പിന്നെ ഒരു കാര്യം താരെ പോയി എലിയാണ് അറിയണ്ട. ഇതിപ്പം ഒന്ന് ഇവിടുന്ന് മുള്ളിൽ നിന്ന് വാസുണ്ണ വിളിച്ചു നോക്കി, ചിലപ്പോ കേട്ടാലോ. അയ്യോ ഞാൻ ഇത്രയും നേരം വിളിച്ചിട്ട് കേൾക്കാത്ത മുള്ളിയാണ്, ഇതെങ്ങനെ കേട്ടോ? വെളി വരില്ലേ മുള്ളി, വെളി വരരുത്, ഇൻഫെക്ഷൻ ആവും. വെളി വരില്ലേ, ഗ്ലാസിന്റെ ഇപ്പുറത്ത് വാ. അയ്യോ മുള്ളി ആർക്കാ മൊത്തം കൊടുക്കുന്നേ? അല്ല സംസാരിക്കാൻ പറ്റത്തില്ല, ട്രോൺസ്ലൈറ്റിസ് വരെ അഫക്റ്റ് ആയിരിക്കും. ആളുടെ തൊണ്ടയൊക്കെ പോയി. മുള്ളി എനിക്ക് മുത്തം തന്നെയാണോ? ഉമ്മ തിരിച്ചു മുത്തം ഉമ്മ. അല്ലേ എനിക്കല്ലേ തന്നത്, പിന്നെ ആർക്കാ കൊടുത്തത്? സാരക്കാണ് തന്നെയെന്ന്. ഞാനിപ്പോ എങ്ങനൊന്ന് പറഞ്ഞു മനസ്സിലാക്കും. ചെവിയേക്കാൻ പറ്റുന്നുണ്ടോ? പൊട്ടാന്ന് വിളിച്ചു നോക്കിയാ മതി. ചെവിയേക്കാൻ വിളിക്കരുത്. ഇല്ല അങ്ങനെയല്ല പറഞ്ഞത്, അത് അങ്ങനെ കേക്കത്തില്ല, അകത്തോട്ട് കേക്കത്തില്ല, ഇവിടുന്ന് പുറത്തൊന്നും കേക്കത്തില്ല. സൗണ്ട് പ്രൂഫാണ്. അറിയത്തില്ലല്ലേ? പുള്ളിക്കാണ് ചെവിയേക്കാതെ, എനിക്ക് കേക്കാം, എനിക്ക് കേക്കാം. ഞാൻ പറഞ്ഞു കൊടുക്കും. മുള്ളി ഒരുപാട് വെയിറ്റ് ഒന്നും എടുക്കലെന്ന് ഡോക്ടർ പറഞ്ഞേനാ കേട്ടോ. മുള്ളി എനിക്ക് ആകെ ചെയ്യാൻ പറ്റാത്ത ആ BMW കേസ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മുള്ളി ഞാൻ ചെയ്യും, മുള്ളി പക്ഷെ ഞാൻ ചെയ്യും. സ്വന്തം അനിയനൊക്കെ ഇവിടെ നിൽക്കുവല്ലേ? അതെ, ആരും ഇല്ലാത്ത ഒരു തെണ്ടി വലിഞ്ഞേറി വന്നിട്ടുണ്ടല്ലോ. തലറങ്ങി വീഴാൻ പറ. പപ്പു എന്തൊക്കെയാണ്? മള്ളി BMW കേസ് എനിക്ക് ഞാൻ ചെയ്യാൻ പറ്റില്ല, എന്റെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ല, പറ്റൂലെന്ന് പറഞ്ഞ. ഓ മള്ളി
അങ്ങനെ പറയില്ലേ? ചെയ്യാം, BMW കേറ്റേണ്ടി ചെയ്യാം. അയ്യോ BMW അല്ലേ BMW ബെൻസ് എന്താന്ന് വെച്ചാ കൊണ്ടുതരാം. ശരി അയ്യോ, ശരി അങ്ങനൊന്നും ചെയ്യല്ലേ. ഒരു വണ്ടിക്ക് വേണ്ടിട്ടൊക്കെ ഇങ്ങനെ ചെയ്യാവോ? എണ്ണീറ്റ് എല്ലാം ശരിയാക്കാം BMW ഏത് കളറാണെന്ന് പറഞ്ഞാ മതി, ഞാൻ തെണ്ടിയിട്ടായാലും മേടിച്ചോണ്ട് തരും. ബാറ്റിൽ ഗ്രൗണ്ട് വിഷമിക്കല്ലേ, നിങ്ങൾ ജീവനോട് ഇരിക്കുക, അതാണ് എനിക്ക് ഏറ്റവും വലുത്. ഒരു വണ്ടിക്ക് വേണ്ടിട്ടൊക്കെ ഇത്രയും ചെയ്യണം മള്ളി പോയി ബാബുശ്ശേരി. കിടക്കും, മള്ളി പോയി കിടക്കും, മള്ളി റെസ്റ്റ് എടുക്കും. ഡോക്ടർ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും ഇത്. മള്ളി പോയി കിടക്കുക. എനിക്ക് മനസ്സിലായി ഇത് താരയോടുള്ള ഇഷ്ടമാണെന്നും BWMനോടുള്ള ഇഷ്ടമാണെന്നും എനിക്ക് മനസ്സിലായി. റെസ്റ്റ് എടുക്കും മള്ളി, റെസ്റ്റ് എടുക്കും. എന്നാലും ബാബുശ്ശേരി, പറഞ്ഞ കാര്യമില്ല. BWന് വേണ്ടിട്ട് ഇത്രയും പ്രശ്നമോ? പുള്ളിക്ക് BMW എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ജീവനാണ് താര. ഒരു കൊതുക് ഉണ്ടാക്കിയ പൊല്ലാപ്പി എന്താ സത്യം പറഞ്ഞിട്ട് കാര്യമില്ല. കൊതുകാണെങ്കിലും മനുഷ്യനാണെങ്കിലും അതിന്റെ വലിയ പ്രശ്നമായതിപ്പോ. ബാബുശ്ശേരി, ഏത് കളർ BMW വേണ്ടേ? മരുതക പച്ച, മരുതക മഞ്ഞ, മരുതക നീല, ഏതാണെങ്കിലും പ്രശ്നമില്ല പള്ളിക്ക്. ഞാൻ പറഞ്ഞില്ലേ, മനസ്സിലായില്ലേ? മാത്രല്ല വേറൊരു പ്രശ്നമുണ്ട്. മള്ളിക്ക് ഇപ്പൊ BMW ഇത്ര ആഗ്രഹിക്കുന്നതെന്നറിയാവോ? ബാങ്ക് ഫുള്ളായിട്ട് ഫ്രീസ് ചെയ്തു മള്ളിയുടെ അക്കൗണ്ട്സ്. കയ്യിലുണ്ടായിരുന്ന വണ്ടിയൊക്കെ പിടിച്ചോണ്ട് പോയി. ഇപ്പൊ മള്ളിക്ക് ഓടിക്കാൻ ഒരു BM ഇല്ല. മള്ളിയുടെ അക്കൗണ്ടിലോട്ട് ആർക്കും BM ഇട്ട് കൊടുക്കാനും പറ്റത്തില്ല. ഇപ്പൊ തൽക്കാലം ഞാൻ പറഞ്ഞു, മള്ളി ഞാൻ BM വാങ്ങിച്ചിട്ട് ഒരു 2-3 ഡേയ്സ് കഴിയുമ്പോൾ മള്ളിക്ക് ഇത് മള്ളിയുടെ ഇതിലോട്ട് മാറ്റി തരാന്ന് പറഞ്ഞു. പക്ഷെ വാങ്ങാനായിട്ടില്ല, ഫണ്ടില്ലല്ലോ. ഞാൻ എന്ത് ചെയ്യാനാ? ഇപ്പൊ ഹോസ്പിറ്റലിൽ തന്നെ സത്യം പറഞ്ഞ ഈ ചെലവൊക്കെ എങ്ങനെ ചെയ്യുന്ന എനിക്കും പപ്പൂനും പോലും അറിയില്ല. സത്യം. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം പപ്പൂനെ ഉറക്കി കിടത്തിട്ട് ഒരു കിഡ്നി എടുത്ത് കൊടുക്കാൻ എനിക്ക്. ഒന്നും വിചാരിക്കല്ലേടാ. പപ്പുവിന് അത്ര സ്നേഹമുണ്ടോ അണ്ണനോട്? താരക്ക് സ്നേഹമില്ലെന്നാണ് പറയുന്നത്. താരക്ക് സ്നേഹമില്ലെന്നാണ് പറയുന്നത്. എനിക്ക് സ്നേഹമുണ്ട്. കിഡ്നി തരൂലേ? എന്റെ കിഡ്നി അല്ല, എന്റെ ഹാർട്ട് തരും. പക്ഷേ ഞാൻ ജീവനോട് ഇരുന്ന് ആ BMW കൊടുക്കണം. ഓക്കെ, താരൊരു കാര്യം ചെയ്യോ? പറ്റൂ, എന്നെ കൂടെ പറ്റുന്ന ഒരു BM സെറ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് BM സെറ്റ് ചെയ്ത് എന്നെ വിളിക്കോ? ഒരു സർപ്രൈസ് കൊടുക്കാം. ഞാൻ സെറ്റ് ചെയ്തിട്ട് വിളിക്കാം. മതിയല്ലോ അല്ലേ? ഈ ഇന്ന് വേണം. ഇനി 2 മാസം കഴിഞ്ഞിട്ട് ആളടുത്ത് മരിക്കാമെന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഒരു കാര്യം പറയാം. കൂലി ഇല്ലാത്ത ഞാൻ പക്ഷെ ഒരു കാര്യം പറയാം. എങ്ങാനും മുള്ളിക്ക് എന്തെങ്കിലും പറ്റിയ അങ്ങ് താര സ്വർഗത്തിലല്ലേ നരകത്തിൽ ചെന്നാൽ പോലും മുള്ളി മൈൻഡ് ചെയ്യൂല BMW വാങ്ങിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇപ്പൊ ചെയ്തോ. നേരത്തെ പറഞ്ഞില്ല തെണ്ടുവോ അങ്ങനെ എന്താന്ന് വെച്ചാൽ ചെയ്തു തരാം. നമ്മൾ തെണ്ടാൻ പോണേ. നമുക്ക് എന്തായാലും 2 BM കൊടുക്കാം. എന്റെ വകയായിട്ട് ഒരു BM എന്തായാലും ഞാൻ സെറ്റ് ചെയ്യും. താരയുടെ വക താര വേണമെങ്കിൽ സെറ്റ് ചെയ്യും. സ്നേഹം ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. എനിക്കിനി രാത്രിയല്ലേ സ്റ്റാൻഡിൽ പോകാൻ പറ്റുള്ളൂ. കല്യാണം കഴിഞ്ഞുള്ളൂ. എന്നാലും എന്റെ അണ്ണന് വേണ്ടി ഞാൻ അവിടെ എന്തും. എന്നാ അണ്ണന് വേണ്ടി പപ്പു ഒന്ന് സഹകരിക്കോ? 2 തവണ. എന്നാ നമുക്ക് കുനിയാമിനായിട്ട് എന്നെ അവരെ കുനിപ്പിക്കണമെന്ന് കാണിച്ചു കൊടുത്തിട്ട് നിങ്ങൾ പൊക്കോട്ടോ. മള്ളിക്ക് കുറച്ചുകൂടെ താരയെ കണ്ട മുള്ളി ഉറങ്ങത്തില്ല. അതാണ് കുറച്ചുകൂടെ ഉറങ്ങിയില്ലെങ്കിൽ ശരിയാവത്തില്ല. അതാ താരയെ കണ്ടപ്പോൾ തൊട്ട് ഉറക്കം പോയി അങ്ങോട്ടും കൂടി എണീറ്റ് നടക്കുവാട്ടോ. എന്റെ താര കണ്ടിന്യൂസ് തീരെ മൂട്ടി പോയിരിക്കുക. ചൂട് മീൻസ് അങ്ങനെയല്ല, മള്ളിക്ക് ചൂടാണ് ഇപ്പം ഏറ്റവും ആവശ്യം, മനസ്സിലായില്ലേ? അപ്പൊ താരയെ കണ്ടപ്പോഴത്തേക്ക് മള്ളിക്ക് ആ ഹൃദയം അങ്ങ് ചൂടായി. അത് തണുത്ത് മരവിച്ചത് കൊണ്ടായിരിക്കും. ഹൃദയം തണുത്ത് മരവിച്ച് കാണുമല്ലേ, അതായിരിക്കും ചൂടത്ത് പോയിരിക്കുന്നേ. BMW കിട്ടിയ ചിലപ്പോ അങ്ങ് ചൂട്. ഓ സത്യം, BMW കിട്ടിയ ഓണം എനിക്കൊന്ന് അസുഖം തന്നെ മാറിപ്പോകും ചിലപ്പോ. മള്ളിക്ക് വേണ്ടിട്ട് വേറൊരു പെൺകൊച്ച് BMW അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അത് ഞാൻ അങ്ങനെ പറയാ. BM ഉള്ള പെൺകൊച്ചിനായാലും ഇപ്പൊ നമുക്ക് എനിക്ക് വിളിക്കാൻ പറ്റുള്ളൂ. എന്തായാലും താരയില് BM ഇല്ലല്ലോ. അതൊന്നും അങ്ങനെ ഒരു വർത്താനം ബാബുശേട്ട്. വേറെ ഏത് പെൺകൊച്ചാ അത്? അല്ല അങ്ങനെയല്ല, മള്ളിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോ BMW കാണാൻ വരെ ഒരുപാട്. ബാബുശേട്ട് കണ്ട പെമ്പിള്ളാരെല്ലാം വിളിച്ചിട്ടുണ്ടല്ലേ ഈ ഒരു കഥയും പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ മുള്ളിൽ കിടന്നതേ ഒരു പബ്ലിക് ഹോസ്പിറ്റലാണ്. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മരണവരും പോണവരൊക്കെ കണ്ടു. മുള്ളിന്റെ കാര്യവും എല്ലാം കേൾക്കുകയും ചെയ്തു. ഇത് നാട്ടില് ഫുള്ള് പാട്ടായി ഇപ്പൊ ഓൾറെഡി. താര മാത്രമാണ് ഇത് പറയാത്തത്. വിളിച്ച് പറഞ്ഞ എന്നെ പറഞ്ഞാ മതിയല്ലോ. ഇതല്ലേ എന്റെ മിസ്റ്റേക്ക് ആണ്. ഇത് എന്റെ മിസ്റ്റേക്ക് ആണ്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. താര ഒന്ന് നോക്കിട്ട് അറേഞ്ച് ചെയ്യാൻ നോക്കിട്ട്. ഞാൻ എന്തെങ്കിലും വേറെ കോൾ ഇനി എടുക്കുന്നില്ല. ഇപ്പൊ താര ഇതിന് വേറെ ഒരു BM ആക്സസ് ചെയ്യുന്നില്ല.
ഓക്കെ ഓക്കെ ഞാൻ അറേഞ്ച് ചെയ്യാൻ നോക്കട്ടെ ബോസ്. ഓക്കെ തരാം ഓക്കെ എടാ വാടാ തെണ്ടിട്ടായാലും ഇന്ന് ഒരു BMW പൈന കൊടുത്താൽ മതി, ഞാൻ വേണമെങ്കിൽ കമ്പനിക്കാരെ അല്ല വിളിച്ചുതരാം. കുഴപ്പമില്ല പോയിട്ട് കഴിയുക പോയിട്ട് എന്തായാലും ശരിയാക്കാം.